ഹായ് സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഡീകോഡർ. ഡീകോഡർ ഇസ് എ ലോജിക് സർക്യൂട്ട് ദാറ്റ് കൺവേർട്ട് n bit ബൈനറി ഇൻപുട്ട് കോഡ് ഇൻറ്റു m ഔട്ട്പുട്ട് ലൈൻ സച്ച് ദാറ്റ് ഓൺലി വൺ ഔട്ട്പുട്ട് ലൈൻ ഈസ് ആക്ടിവേറ്റഡ് ഫോർ ഈച്ച് വൺ ഓഫ് ദ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട്. ഇപ്പോൾ ഡീകോഡർ എന്ന് പറയുന്ന കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻപുട്ട് ഇൻഫർമേഷനെ ഡീകോഡ് ചെയ്യാം. ഇൻപുട്ട് എന്ന് പറയുന്നത് ബൈനറി ഇൻപുട്ടാണ്, അതിന് ഡീകോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ്, കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഡീകോഡർ. അപ്പോൾ ഡീകോഡർ കൺസിസ്റ്റ് ഓഫ് n ഇൻപുട്ട് ആൻഡ് m ഔട്ട്പുട്ട്. ഈച്ച് ഓഫ് ദ n ഇൻപുട്ട് ക്യാൻ ബി 0 or 1. There are 2 raised to n possible input combinations or codes. For each of these input combination, only one of m output will be active. All other output will remain inactive. അപ്പോൾ ഇതിനകത്ത് ഔട്ട്പുട്ടിൽ അറ്റ് എ ടൈമിൽ ഒരെണ്ണം മാത്രമേ ആക്റ്റീവ് ആവത്തുള്ളൂ, അതായത് ഹൈ ആവത്തുള്ളൂ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡീകോഡർ A0, A1, A2 അപ് ടു n-1, n ഇൻപുട്ടും m ഔട്ട്പുട്ടും 2 raised to n കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ടും m ഔട്ട്പുട്ടിൽ അറ്റ് എ ടൈമിൽ ഓൺലി 1. ഇതിനകത്ത് ഓരോ ഇൻപുട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇതിനകത്ത് ഒരു ഔട്ട്പുട്ട് മാത്രം ഹൈ ആവും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഡീകോഡർ എന്ന് പറയുന്നത് 3/8 ഡീകോഡർ. അപ്പോൾ 3 ഇൻപുട്ട് ലൈനും 8 ഔട്ട്പുട്ട് ലൈനും, അങ്ങനെ 3/8 ഡീകോഡർ വിത്ത് 3 ഇൻപുട്ട് ആൻഡ് 8 ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻപുട്ടും ട്രൂത്ത് ടേബിൾ നോക്കാം. ഇൻപുട്ട് എന്ന് പറയുന്നത് 3 ഇൻപുട്ട് മീൻസ് നമുക്ക് എത്ര കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റും? 2 raised to 3 മീൻസ് 8 കോമ്പിനേഷൻ. അപ്പോൾ ABC ഇൻപുട്ട് 0 0 0 തൊട്ട് 1 1, ലാസ്റ്റ് എന്ന് പറയുന്നത് 1 1 1 വരെ എഴുതുക. ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓരോ ഇൻപുട്ട് കോമ്പിനേഷൻ അനുസരിച്ച് ഔട്ട്പുട്ടിൽ ഒരു ലൈൻ മാത്രമേ ഹൈ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ 0 0 0 എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കൊടുക്കുമ്പം ഔട്ട്പുട്ടിൽ D0 എന്ന് പറയുന്ന ലൈൻ മാത്രം ഹൈയും ബാക്കിയെല്ലാം എന്താവും 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന 0 0 0 തൊട്ട് D7. അപ്പോൾ ഔട്ട്പുട്ട് 3 ഇൻപുട്ട് ആയതുകൊണ്ട് എത്ര ഔട്ട്പുട്ട്? 8 ഔട്ട്പുട്ട്. 2 raised to 3 8 ഔട്ട്പുട്ട് D0 തൊട്ട് D7 വരെ. ഇനി 0 0 1 വരുമ്പോൾ ഏത് ആക്റ്റീവ് ആവും? 1 മാത്രം. നേരത്തെ D0 1 ആക്റ്റീവ് ആയി, അടുത്തത് ഇനി ഏതാ? D0 ആക്റ്റീവ് ഹൈ ആയി, അടുത്തത് D1 ഹൈ ആവും, ബാക്കിയെല്ലാം 0. 1 0 കൊടുക്കുമ്പോൾ ഏത് ഹൈ ആവും? D2 ഹൈ ആവും. 3 കൊടുക്കുമ്പോൾ D3 ഹൈ ആവും, ബാക്കിയെല്ലാം 0. അങ്ങനെ പോവും. 1 1 1 വരുമ്പോൾ D7 ഹൈ ആവും, ബാക്കിയെല്ലാം 0. ക്ലിയർ ആയാലും ഇതാണ് ട്രൂത്ത് ടേബിൾ. ഇനി ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് D0 മീൻസ് D0 എന്ന് പറയുന്നത് എന്താണ്? D0 ഹൈ ആവുന്നത് എപ്പോഴാണ്? 0 0 0, അതായത് A ബാർ B ബാർ C ബാർ. D1ൻ്റെ ഇക്വേഷൻ A ബാർ B ബാർ C. D2ൻ്റെ ഇക്വേഷൻ A ബാർ B C ബാർ. D3യുടെ ഇക്വേഷൻ A ബാർ B C. അതാണ് ഓരോ ഔട്ട്പുട്ട് ലൈൻ്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ എളുപ്പമാണ്. 3 ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ഏതൊക്കെ? ABC. ഇനി ഇതിനകത്ത് ഒരു നോട്ട് ഗേറ്റും കൂടെ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വരയ്ക്കുമ്പം ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് അതിനകത്ത് നിന്ന് കണക്ഷൻ എടുത്ത് A ബാർ വരയ്ക്കുക, B എടുത്തിട്ട് B ബാർ വരച്ചിടുക, C എടുത്തിട്ട് C ബാർ. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ABC എന്ന് പറഞ്ഞ് 3 ലൈൻ റോ വൈസ് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഡയഗ്രാം വരച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 ABC റോ എന്ന് പറഞ്ഞ് 3 റോ വൈസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ലൈൻ കണക്ഷൻ എടുത്ത് നോർമൽ ടേം വേണ്ട സമയത്ത് കൊടുക്കുന്നു. ഇനി ഇവിടുന്ന് വീണ്ടും ഒരു നോട്ട് ഗേറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ A ബാർ B ബാർ ഇങ്ങനെ വെർട്ടിക്കലി കണക്ട് ചെയ്ത് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തത് ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇഷ്ടമുള്ള ഓർഡറിൽ വരയ്ക്കുക. ഇപ്പോൾ ഇവിടുന്ന് വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ D0 താഴെ വരച്ചിരിക്കുക. അപ്പോൾ D0 എന്ന് പറയുന്നത് A ബാർ B ബാർ C ബാർ. അപ്പോൾ A ബാറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് കൊടുക്കുക, B ബാറിൽ നിന്ന് ഒരു കണക്ഷൻ, C ബാറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് താഴത്തെ ആൻഡ് ഗേറ്റ് കൊടുത്തു. ഇനി അടുത്ത് A ബാർ B ബാർ C. അപ്പോൾ A ബാറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് B ബാറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് C എന്ന് പറയുന്നതാണ്ട് ഈ ലൈനിൽ നിന്ന് ഒരു കണക്ഷൻ, C എന്ന് പറയുന്ന ഒരു ലൈനിൽ നിന്ന് കണക്ഷൻ എടുത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരച്ചു വെക്കാം. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റിൽ നിന്ന് ഡയറക്റ്റ് ഔട്ട്പുട്ട് D0 തൊട്ട് D7 വരെ. ക്ലിയർ ആയാലോ? ഇനി അടുത്തത് നമുക്ക് എന്താ ഒരു 4/16 ഡീകോഡർ ചെയ്യണം. 4/16 ഡീകോഡർ അല്ലെങ്കിൽ 4 ലൈൻ ടു 16 ലൈൻ. അപ്പോൾ ഇവിടെ എന്തോ ഇക്വേഷൻ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ABCD വരും. ഇപ്പോൾ D0 തൊട്ട് ഇവിടെ D15 വരെ വരും. അപ്പോൾ അത്രയും 15 ആൻഡ് ഗേറ്റ് വേണം.
ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ BCD ടു ഡെസിമൽ ഡീകോഡർ. BCD ടു ഡെസിമൽ ഡീകോഡർ വരയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? BCD ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡെസിമൽ. ദ എലമെന്റ് ഓഫ് ദി ഇൻഫർമേഷൻ ഇൻ കേസ് ആർ 10 ഡെസിമൽ ഡിജിറ്റ് റെപ്രസെൻറ്റഡ് ബൈ BCD കോഡ്. ദ കോഡ് ഇറ്റ്സെൽഫ് ഹാസ് എ 4 ഇൻപുട്ട്. ദെയർഫോർ ഡീകോഡർ ഷുഡ് ഹാവ് എ 4 ഇൻപുട്ട് ടു ആക്സെപ്റ്റ് ദ കോഡഡ് ഡിജിറ്റ് ആൻഡ് 10 ഔട്ട്പുട്ട്, 1 ഫോർ ഈച്ച് ഡെസിമൽ ഡിജിറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ BCD ഡീകോഡ് ടു ഡെസിമൽ ഡീകോഡർ എന്ന് പറയുമ്പം ഇതിനകത്ത് നമുക്ക് BCD എന്ന് പറയുന്നത് എന്താണ്? 9 വരെയുള്ള ഡിജിറ്റേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ 9 വരെ പക്ഷേ ഡെസിമലിൽ 9 വരെയുള്ള ഡിജിറ്റ് മതി. പക്ഷേ അതിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ് വേണം? 4 ബിറ്റ് വേണം. അതായത് 4 ഇൻപുട്ട് വേണം. ആക്ച്വലി 4 വെച്ച് എത്രയും കിട്ടും? അപ്പോൾ ഇവിടെ 4 ലൈൻ ടു 10 ലൈനാണ്. അതായത് 4 ലൈൻ ടു 10 ലൈൻ മീൻസ് ആക്ച്വലി എവിടെ 4 ലൈൻ വെച്ച് എത്ര ലൈൻ വരും? 2⁴ മീൻസ് 16 വരും. അതായത് D0 തൊട്ട് D15 വരെ വരും. പക്ഷേ നമുക്ക് അത്ര ആവശ്യമില്ല. BCD ടു ഡെസിമൽ ഡീകോഡറിൽ BCDയെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. പക്ഷേ BCDയിൽ എത്ര വരെ ഉള്ളു? 9 വരെ മതി, റെപ്രസെൻ്റ് ചെയ്താൽ മതി. 9 വരെയുള്ള ഡിജിറ്റിനെ മാത്രം എന്തിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ശരിക്കും ആ BCDയിൽ 9 വരെയുള്ള ഡിജിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ് വേണം? 4 ബിറ്റ് വേണം. പക്ഷേ 4 ബിറ്റ് വെച്ച് എത്ര എണ്ണം വരും? 15 വരും. പക്ഷേ നമുക്ക് എത്ര മതി? 10 വരെ മതി അല്ലേ? T0 to 9 വരെയുള്ള 10 വരെയുള്ള ലൈന് മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇൻപുട്ട് എന്ന് പറയുന്നത് ABCD, ഔട്ട്പുട്ട് D0 തൊട്ട് എന്ത് വരെ മതി? D9 വരെ മതി. ബാക്കി വേണ്ട നമുക്ക്. ക്ലിയർ ആയല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി 4 വെച്ച് എഴുതുവാണെങ്കിൽ 15 വരെ എഴുതണം, D9 വരെ എഴുതണം, 15 വരെയുള്ള കോമ്പിനേഷൻ എഴുതണം. പക്ഷേ BCD ടു ഡെസിമൽ ആയതുകൊണ്ട് നമുക്ക് BCD നമ്പർ 0 തൊട്ട് 9 വരെ മതി. അപ്പം അതിനകത്ത് ബാക്കി റെപ്രസെൻറ്റ് ചെയ്യേണ്ട, 9 വരെയുള്ള ബാക്കി നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട. അപ്പം നിങ്ങൾ 9 വരെ എഴുതിയാൽ മതി. 000 തൊട്ട് 1001 വരെ കോമ്പിനേഷൻ എഴുതുക. അപ്പോൾ ആദ്യത്തെ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ D01 കൊടുക്കുക, അടുത്ത D11, D21, അങ്ങനെ ലാസ്റ്റ് D9 വരെ D9 കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് സാധാരണ രീതിയിൽ ഇക്വേഷൻ എഴുതുന്നെങ്കിൽ ഇതെവിടെ എന്ത് കൊടുത്താൽ മതി? D0 എന്ന് പറയുന്നത് A0, A ബാർ, B ബാർ, C ബാർ, D ബാർ. അടുത്തത് D1 എന്ന് പറയുന്നത് A ബാർ, B ബാർ, C ബാർ, D. D2 എന്ന് പറയുന്നത് A ബാർ, B ബാർ, C, D ബാർ. അങ്ങനെ പോകും. അടുത്തത് D3 എന്ന് പറയുന്നത് A ബാർ, B ബാർ, C, D. അങ്ങനെ ഇക്വേഷൻ എഴുതാമായിരുന്നു. എങ്ങനെയാ? 4/16 ഡീകോഡർ ആയിരുന്നെങ്കിൽ. ഇത് BCD ടു ഡെസിമൽ ഡീകോഡർ ആയതുകൊണ്ട് 4 ഇൻപുട്ട് വേണം. എത്ര? ശരിക്കും 4 ഇൻപുട്ടിൽ നിന്ന് 16 ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ നമുക്ക് 16 വേണ്ട. 4 ഇൻപുട്ടിൽ നിന്ന് എവിടം വരെ മതി? ഡെസിമലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ് ഇത് മതി? 9 വരെ, അല്ലെങ്കിൽ 10 ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് 10 ലൈൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കി 10, 11, 12, 13, 14, 15 എന്ത് കൊടുക്കണം? ഡോൺ കെയർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു K മാപ്പ് വരയ്ക്കുക. K മാപ്പിൽ നമ്മൾ 4 വേരിയബിൾ K മാപ്പ് വരച്ചിട്ട് നിങ്ങൾ 0, 1, 2, 3, 4, 5, 6, 7 കഴിഞ്ഞ് 8, 9, 10, 11, 12, 13, 14, 15. ഇതിനകത്ത് നിങ്ങൾ ചെയ്യാനുള്ളത്, നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഈ K മാപ്പ് വരയ്ക്കുന്നത് എത്ര ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? D9 വരെയുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് D9 K മാപ്പ് വരയ്ക്കണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഒറ്റ K മാപ്പിൽ നിന്ന് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് D0 എന്ന് പറയുന്ന ടേമിൽ എന്ത് കൊടുക്കുക? D0, D1, D2, D3, D4, D5, D6, D7, D8, D9. നമ്മൾ ഒറ്റ, അല്ലെങ്കിൽ നമ്മൾ എത്ര 9 K മാപ്പ് വരച്ചത് ചെയ്യേണ്ടി വരും D9 വരെ. അതിൻ്റെ ആവശ്യമില്ല. 10 K മാപ്പ് വരയ്ക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഒരു K മാപ്പിൽ നിന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ സെല്ലിലും 0 എന്ന് പറയുന്ന സെല്ലിൽ D0 കൊടുക്കുക. അപ്പോൾ ആ D0യുടെ K മാപ്പ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക ഇവിടെ D0യിൽ മാത്രം 1 ഉള്ളൂ, ബാക്കിയെല്ലാം ഈ ബാക്കി D1, D2, D3, 4 എന്ന് പറയുന്ന ഒന്നും
അവിടെയൊക്കെ ആബ്സെൻ്റ് ഒരു ടേം ഇല്ലെന്ന് അസ്യൂം ചെയ്യുക. ഇനി ഡോൺ കെയർ അല്ല അതുപോലുണ്ട്. ഡോൺ കെയർ അല്ല ഇവിടെ ഡോൺ കെയർ, ഇവിടെ ഡോൺ കെയർ, ഇവിടെ അങ്ങും ഒന്നുമില്ലാന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ടേബിളിനകത്ത് എന്ത് മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കി. ഇവിടെ ഒരു 1ഉം D0 മീൻസ് ഇവിടെ 1ഉം ബാക്കി ഇവിടെ അങ്ങും ഒന്നുമില്ല. ഡോൺ കെയർ ഇവിടെ ബാക്കി ഡോൺ കെയർ ഉണ്ട്. ഇനി നമുക്കറിയാമല്ലോ ഗ്രൂപ്പിങ് ചെയ്യുമ്പം 1 ഇവിടെ ഉണ്ട്. ഇനി ഏതെങ്കിലും ഡോൺ കെയർ ഇതിൻ്റെ അടുത്തെങ്ങാണോ ആയിരുന്നെങ്കിൽ നമുക്കതിനെ ഗ്രൂപ്പിംഗ് ചെയ്യാൻ യൂസ് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിളായിട്ടേ ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 1നെ മാത്രം ജസ്റ്റ് സർക്കിൾ ചെയ്താൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ആ സെല്ലിൻ്റെ ഇക്വേഷൻ എന്താ? A ബാർ B ബാർ C ബാർ D ബാർ. അങ്ങനെയാണ് D0ൻ്റെ ഇക്വേഷൻ എഴുതിയത്. ഇനി D1ൻ്റെ ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കെ മാപ്പ് വരയ്ക്കണം. അല്ലെങ്കിൽ ഇവിടെ അസ്യൂം ചെയ്യും ഇവിടെ മാത്രം 1, ബാക്കി എല്ലാ ടേംസും ഇവിടെ അങ്ങ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഡോൺ കെയർ ഉണ്ട്. അപ്പോൾ ഈ D2നെ നമുക്ക് ഒന്നുമായിട്ടും ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ സിംഗിളായിട്ട് ഗ്രൂപ്പിംഗ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ D1ൻ്റെ ഇക്വേഷൻ എന്താണ്? A ബാർ B ബാർ C ബാർ D. ഇനി അടുത്ത D2ൻ്റെ ചെയ്യുമ്പോൾ ഇവിടെ അല്ല എന്താണെന്ന് അസ്യൂം ചെയ്യുക? ഒന്നുമില്ല. ഇവിടെ എന്താണ്? 1 ഉണ്ട്. ഇവിടെ 1, ബാക്കി ഇവിടെ എന്താ? ഡോൺ കെയർ ഉണ്ട്, ഇവിടെ ഡോൺ കെയർ ഉണ്ട്, ഇവിടെ ഒന്നും മിസ്സിങ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു ഡോൺ കെയറും ഉണ്ടായതുകൊണ്ട് ഇതുമായിട്ട് ഗ്രൂപ്പിംഗ് ചെയ്തുകൂടെ? ഇവിടുത്തെ 1ഉം ഈ താഴത്തെ ഡോൺ കെയറുമായിട്ട് ഒരു ഗ്രൂപ്പിംഗ് ചെയ്യാം. ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? റോയുടെ ഇക്വേഷൻ എന്താ? റോയുടെ അകത്ത് കോമൺ ആയിട്ട് B ബാർ അല്ലേ? A B ബാർ A B ബാർ അല്ല സോറി A ബാർ B ബാർ A B ബാർ. ഇപ്പോൾ B ബാർ കോളം C D ബാർ, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത് നോക്കിയേ D3 എന്ന് പറയുമ്പോൾ ദാണ്ട് ഇവിടെ ഒരു 1 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഡോൺ കെയർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഗ്രൂപ്പിംഗ് ചെയ്യുമ്പം D3 ഇക്വേഷൻ ആവും. അടുത്ത D4 എന്ന് നോക്കിയാൽ ഇവിടെ 1 ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു ഡോൺ കെയർ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്യാം. അങ്ങനെ D4 കിട്ടി. അടുത്തത് D5ൻ്റെ നോക്കിയാൽ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു ഡോൺ കെയർ ഉണ്ട്, ഇവിടെയൊക്കെ ഡോൺ കെയർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ D5 ആയി. ഇനി D6ഉം അതുപോലെ തന്നെ ഇവിടെ ഗ്രൂപ്പിംഗ് ചെയ്യുക. ഡോൺ കെയർ ഉണ്ട്, 1ഉമായിട്ടൊരു ഗ്രൂപ്പിംഗ് ചെയ്ത്. D7ഉം അതുപോലെ ഇങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഒരു ഗ്രൂപ്പായി. D8ഉം ഇവിടെ ഒരു ഇനി D8 ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. D8 ചെയ്യുമ്പോൾ ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു ഡോൺ കെയറും ഇവിടെ 2 ഡോൺ കെയർ ഉണ്ട്. അപ്പോൾ ഇവിടെ 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പാക്കാം. 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പിൽ D8ൽ ചെയ്യാൻ പറ്റും. അങ്ങനെ A D ബാർ. അടുത്ത D9 ചെയ്യുമ്പോഴും 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ AD. ക്ലിയർ ആയല്ലോ? ഇനി ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ വരയ്ക്കാമെന്നാണ്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ? പറഞ്ഞു തന്നില്ലേ? A എന്നൊരു ലൈൻ വരച്ചിട്ട് A ബാർ വരയ്ക്കാം, B എന്നൊരു ലൈൻ വരച്ചിട്ട് B ബാർ വരച്ച്, C എന്നൊരു ലൈൻ വരച്ചിട്ട് C ബാർ വരച്ചിട്ട്, D വരച്ചിട്ട് D ബാർ. ഇനി D0 തൊട്ട് D9 വരെ ഉള്ളത് നമുക്ക് ആ ഇക്വേഷൻ നോക്കി ലൈൻ എടുത്ത് കണക്ഷൻ കൊടുത്താൽ ഓരോ ആൻഡ് ഗേറ്റ് ആണ് ഓരോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. D0 തൊട്ട് D9 വരെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഡയഗ്രാം ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ വരച്ചാലും മതി. ഈ ഡയഗ്രാം ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ? ആദ്യം ഈ ലൈനുകളെല്ലാം വരച്ചിട്ടിട്ട് കണക്ഷൻ എടുത്ത് ഓരോരോ ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ മതി. D0 തൊട്ട് D9 വരെ കൊടുത്താൽ മതി. ഇവിടെ അതുപോലെ D0 തൊട്ട് D7 ഇവിടെ താഴേന്ന് മേളിലോട്ട് വരച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കാണ് 4/216 ഡീകോഡർ ഫ്രം 3/2 അല്ലെങ്കിൽ 3 to 8 ഡീകോഡർ. നമുക്ക് രണ്ട് 3/8 ഡീകോഡറിൽ നിന്ന് ഒരു 4/16 ഡീകോഡർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ നമുക്ക് പറഞ്ഞിരിക്കുന്ന രണ്ട് 3/8. അപ്പോൾ 3/8ന് എത്ര ഇൻപുട്ടാണ്? 3 ഇൻപുട്ടല്ലേ വരുന്നത്? A0 A1 A2. അതുപോലെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം യൂസ് ചെയ്യണം. ശരിക്കും ആക്ച്വലി എത്ര എണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടുള്ളത്? 4/16. അപ്പോൾ 4/16 ആണെങ്കിൽ നമുക്ക് എത്ര ഇൻപുട്ട് വേണം? 4 ഇൻപുട്ട്. A0 A1 A2 A3. അടുത്തത് അതിൻ്റെ ടേംസ് എവിടം വരെ കാണും? 15 വരെ കാണും. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ രണ്ടെണ്ണത്തിൽ നിന്ന് 3/8 യൂസ് ചെയ്ത് ഒരു 4/16 ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിളിൽ നമ്മൾ 3/8 ആണെങ്കിൽ ഇതാണ്ട് ഈ ഇവിടം വരെ കാണത്തോളല്ലേ? നോക്ക്, 0 0 0 തൊട്ട് 1 1 1 വരെ. വീണ്ടും രണ്ടാമത്തതും അതുപോലെ തന്നെ 0 0 0 തൊട്ട് 1 1 വരെ. അപ്പം ഇൻ എഫക്റ്റ് എത്ര വരണം? ഈ മൊത്തവും വരണം. അതായത് 15 വരെയുള്ള ടേംസ് വരണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷേ ആക്ച്വലി 3/8 മാത്രമേ ഉള്ളൂ. ഇപ്പം നോക്കി 2 3/8 ഡീകോഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 3/8 ഡീകോഡർ. അപ്പോൾ ഫസ്റ്റ് ഡീകോഡറിനകത്ത് അപ്പോൾ 3/8 ഡീകോഡറിനകത്ത് എത്ര ഇൻപുട്ടേ വരും? 3 ഇൻപുട്ട്, A0 A1 A2. അടുത്തത് A0 A1 A2 3 ഇൻപുട്ടേ വരുത്തുള്ളൂ. ആക്ച്വലി നമുക്ക് 4/8 ആണെങ്കിൽ ഒരു ബിറ്റും കൂടെ വേണം അല്ലേ? പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് D0 തൊട്ട് D15 വരെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡീകോഡറിൽ D0 തൊട്ട് D7 വരെ ലൈൻ കൊടുത്ത് അടുത്തത് D8 തൊട്ട് D15 നമ്മൾ ഔട്ട്പുട്ട് ആക്ച്വലി എവിടം വരെ വരണം? D0 തൊട്ട് D15 വരെ വരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഇങ്ങനെ ഇവിടെ സെപ്പറേഷനിൽ 8 തൊട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂത്ത് ടേബിളിൽ ഈ ലാസ്റ്റ് A3 എന്ന് പറയുന്നത്, A3 നമുക്ക് 4ാമത്തെ പിന്നും കൂടെ ഉണ്ടെങ്കിലേ ഇവിടെ ആക്ച്വലി എവിടം വരെ വരുത്താൻ പറ്റത്തുള്ളൂ, 15 വരെ എഴുതാൻ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ A3 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഇൻപുട്ടിന് നമ്മൾ എനേബിൾ പിന്നായിട്ട് അസൈൻ ചെയ്യും. എനേബിൾ. അപ്പം ഇതിനകത്ത് ഈ എനേബിൾ പിന്നിനകത്ത് ആദ്യം ഇതിൻ്റെ വാല്യൂ എന്ത് കൊടുക്കും? A3യിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 കൊടുക്കുമ്പം ഇവിടെ A3 എന്ന് പറയുന്ന ഇൻപുട്ട് എനേബിൾ എന്ന് പറയുന്ന ഒരു പിന്നായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീകോഡറിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് D0 തൊട്ട് D1 വരെ വർക്ക് ചെയ്യേണ്ട സമയത്ത് ഏത് കൊടുക്കും? ഈ A3യുടെ വാല്യൂ ഇവിടെ എന്താണെന്ന് നോക്കിയേ. A3യുടെ വാല്യൂ ആദ്യത്തെ D7 വരെ ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിനകത്തൊരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 0 വരുമ്പം ഈ എനേബിൾ പിൻ എന്ന് പറയുന്നത് എന്താവും? 1 ആവും, ആക്റ്റീവ് ആവും. ഇത് ആക്റ്റീവ് ആവും. അതായത് ഈ ഡീകോഡർ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇതെന്താവും നോക്കിയേ. ഇവിടുത്തെ വാല്യൂ 0 വരുമ്പോൾ ഇത് ഇനാക്റ്റീവ് ആവും. അതായത് ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ആദ്യത്തെ ഇൻപുട്ട് കോമ്പിനേഷൻ 8 ഇൻപുട്ട് കോമ്പിനേഷൻ വരുന്ന സമയത്ത് ആദ്യത്തെ 8 ഇൻപുട്ട് കോമ്പിനേഷൻ മീൻസ് 0 0 0 0 തൊട്ട് 0 1 1 1 വരുന്ന കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് വരുന്ന സമയത്ത് ആദ്യത്തെ ഡീകോഡർ എനേബിൾ ആവും. അതെങ്ങനെയാണെന്ന് മനസ്സിലായാലും ഇവിടെ 0 0 0 തൊട്ട് 1 1 വരുന്ന സമയത്തല്ല ഇത് 0 ആണ്. ഇത് 0 വരുമ്പോൾ ഇവിടെ എന്താ വരുന്ന? 1 വരും. ഇനി അടുത്ത കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ബാക്കി 8 തൊട്ട് 15 വരെയുള്ള കോമ്പിനേഷനിൽ A3 1 ആണ്, ബാക്കിയെല്ലാം 0 0 തൊട്ട് 1 1 1 വരെയാണ്. അപ്പോൾ ഇവിടെ 1 വരുന്ന സമയത്ത് ഈ ഇൻപുട്ട് A3യിൽ 1 വരുന്ന കോമ്പിനേഷൻ മീൻസ് 8 തൊട്ട് 15 വരുന്ന കോമ്പിനേഷൻസിൽ ഇവിടെ എന്തുവാ വാല്യൂ വരുന്നത്? 1 വരുമ്പോൾ ഇവിടെ എന്ത് വരും? 0 വരും. 0 ഈ ഫസ്റ്റ് ഡീകോഡറിൽ വരുമ്പോൾ ഇതിനെ ഇനാക്റ്റീവ് ആക്കും, അല്ലെങ്കിൽ ഈ ഡീകോഡർ ഡിസേബിൾ ആക്കും, അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ആക്റ്റീവ് ആവുന്നത് ഏത് ഡീകോഡറാണ്? ഈ ഡീകോഡർ ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് 1 വരുമ്പോൾ ഈ ഡീകോഡർ ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ലൈനിൽ ഏതൊക്കെ ആയിരിക്കും? ഫസ്റ്റ് ഇൻപുട്ട് വരുമ്പോൾ D8 കിട്ടും, അടുത്ത ഇൻപുട്ട് വരുമ്പോൾ D9 കിട്ടും, അങ്ങനെ D15 കിട്ടും. ക്ലിയർ ആയില്ലേ? അതായത് 1 0 0 0 എന്ന് പറയുമ്പോൾ D8 കിട്ടും, അടുത്ത ഇൻപുട്ട് 1 0 0 1 വരുമ്പോൾ D9 കിട്ടും, 1 0 1 0 വരുമ്പോൾ D10 കിട്ടും. ക്ലിയർ ആയല്ലേ? അപ്പോൾ 4 to 16 ഡീകോഡർ ഫ്രം 2 3 to 8 ഡീകോഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് 4/2 16 ഡീകോഡർ കിട്ടാൻ വേണ്ടിയിട്ട് 4 ഇൻപുട്ട് കോമ്പിനേഷൻ ABCD ഇൻപുട്ട് കോമ്പിനേഷനും എത്ര ഔട്ട്പുട്ട് വരും? 2⁻16 D0 തൊട്ട് D15 വരെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് പക്ഷേ ഡീകോഡറിൽ എവിടെ 3 ഇൻപുട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള 4ാമത്തെ ഇൻപുട്ട് ഡീകോഡറിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ A3 യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് A3 ഈസ് കണക്റ്റഡ് ത്രൂ ആൻ ഇൻവെർട്ടർ ടു E ഓൺ ദ അപ്പർ ഡീകോഡർ ആൻഡ് ഡയറക്ട്ലി ടു E ഓൺ ദ ലോവർ ഡീകോഡർ. അപ്പോൾ E എന്ന് പറയുന്നത് അപ്പർ ഡീകോഡറിൽ ഇൻവെർട്ടറുമായിട്ട് കണക്ട്. ഇൻവെർട്ടർ മീൻസ് അതിനെ നോട്ട് ചെയ്തതാണ് ഈ എനേബിൾ ആയിട്ട് അപ്പർ ഡീകോഡറിലും. അടുത്തത് E എന്ന് പറയുന്നത് ലോവർ ഡീകോഡറിൽ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ആ ഡീകോഡർ തരുന്ന ഔട്ട്പുട്ട് D8 to D15. A3 ഈസ്
the upper decoder is enabled and the lower decoder is disabled. The bottom decoder output all top 8 output generate minterm. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. In A3 is high, lower decoder is enabled and upper decoder is disabled. The bottom decoder output generate a minterms 1000 to 111 where the output of the top decoder all are സീറോസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത് നോക്കിയാൽ മതി തിയറി. അപ്പോൾ ട്രൂത്ത് ടേബിൾ മനസ്സിലായാലേ. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. അപ്പർ ഡീകോഡർ, ലോവർ ഡീകോഡർ, എനേബിൾ പിൻ. ഇനി അടുത്തത് ഡീകോഡർ എന്ന് പറയുന്നത് കോമ്പിനേഷണൽ ലോജിക് ഡിസൈൻ, കോമ്പിനേഷണൽ സർക്യൂട്ട് അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീകോഡർ യൂസ് ചെയ്യും. അപ്പോൾ ഡീകോഡർ പ്രൊവൈഡഡ് 2n minterms of the n input variables. Since any boolean function can be expressed in sum of minterms canonical form, one can use a decoder to generate a minterms and an external OR gate to form the sum. അപ്പോൾ നമുക്ക് ഏത് ബൂളിയൻ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡീകോഡർ യൂസ് ചെയ്യാം. കാരണമെന്ന് പറഞ്ഞാൽ ഈ ഡീകോഡറിൻ്റെ ഓരോ ടേംസ് എന്ന് പറയുന്നത് മിൻടേം ആണ് അല്ലേ. ഇതാ നോക്കിയ ഡീകോഡറിനകത്ത് ഉള്ള ആൻഡ് ഗേറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എല്ലാം ഇതാ ഓരോരോ മിൻടേംസുകളാണ് അല്ലേ. എ ബാർ ബി ബാർ അല്ലേ. ഇവിടെ നോക്കിയേ എ ബി സി ബാർ, എ ബി ബാർ സി, എ ബി സി, ഇതെല്ലാം മിൻടേം. അപ്പോൾ ഈ ഡീകോഡറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിന് ഒരു ഓർ ഗേറ്റിലും കൂടെ കണക്ട് ചെയ്താൽ ഇത് എന്താവും, സോപ്പ് എക്സ്പ്രഷൻ ആവും. അപ്പോൾ ഈ ബൂളിയൻ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീകോഡറോ ഒരു ഓർ ഗേറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ബൂളിയൻ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നമ്മൾ ഇനി അടുത്ത ചെയ്തിരിക്കുന്നത് ഒരു ഡീകോഡർ ഒരു ഫുൾ ആഡർ ഒരു ഡീകോഡർ സർക്യൂട്ട് വെച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഡീകോഡറിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ മിൻടേംസ് തന്നിട്ട് ഡീകോഡർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് മിൻടേംസ് മീൻസ് ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ട് ഡീകോഡർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സർക്യൂട്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഫുൾ ആഡർ ഡീകോഡർ വെച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി ട്രൂത്ത് ടേബിൾ വരച്ച് ഫുൾ ആഡറിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, സമ്മും ക്യാരിയുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെച്ച് സമ്മും ക്യാരിയിലും ട്രൂത്ത് ടേബിൾ എഴുതാൻ അറിയാമല്ലോ. XYZ സം എപ്പോൾ 0 വരുന്ന, എപ്പോൾ 1 വരുന്ന, ക്യാരി എപ്പോൾ 1 വരുന്ന, 0 വരുന്ന, അതനുസരിച്ച് സമ്മിൻ്റെ മിൻടേംസ് എന്തൊക്കെ കിട്ടി നമുക്ക് 1 2 4 7, സിയുടെ ക്യാരിയുടേത് 3 5 6 7. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഡീകോഡറിനകത്ത് D1 D2 D4 D7 ഒരു എടുത്ത് ഓർ ഗേറ്റ് കൊടുക്കുക, D3 D5 D6 D7 കൊടുത്ത് ഒരു ഓർ ഗേറ്റ് കൊടുക്കുക. അപ്പോൾ സമ്മും ക്യാരി ആവും. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം നോക്കാം. അപ്പോൾ നമുക്ക് 3/8 ഡീകോഡറാണ് അല്ലേ. ഫുൾ ആഡറിനകത്ത് 3 ഇൻപുട്ടാണ്, അതുകൊണ്ട് 3/8 ഡീകോഡർ. അതിനകത്ത് നിന്നിട്ട് ഔട്ട്പുട്ടാണ് D0 തൊട്ട് D7 വരെ. അപ്പോൾ അതിന് പകരം 0 1 2 3 4 5 6 7 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സമ്മിൻ്റെ എക്സ്പ്രഷൻ ഇൻപുട്ട് എന്തൊക്കെയാണ്, XYZ. ഇനി സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്തൊക്കെയാണ്, സമ്മിൻ്റെ മിൻടേംസ് 1 2 4 7. അപ്പം 1 നിന്നും 2 നിന്നും 4 നിന്നും 7 നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഒരു ഓർ ഗേറ്റിൽ കൊടുത്താൽ സമ്മായി. അപ്പോൾ ഇതൊരു സോപ്പ് എക്സ്പ്രഷനായി. ഇനി അടുത്തത് 3 5 6 7 എടുത്ത് വീണ്ടും അടുത്ത ഓർ ഗേറ്റിൽ കൊടുത്താൽ ക്യാരിയായി. ക്ലിയർ ആയാലും ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ ഏത് ബൂളിയൻ ഫംഗ്ഷൻ തന്നിരുന്നാലും നമുക്ക് ഡീകോഡർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്തൊക്കെ വേണം, ഈ മിൻടേംസ് കണ്ടുപിടിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യന് മിൻടേംസ് തരും, ഇവിടെ മിൻടേംസ് തന്നിട്ടില്ല, പകരം ഫുൾ ആഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മിൻടേംസ് കണ്ടുപിടിച്ച്, അപ്പോൾ ഡീകോഡറിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, D0 D7 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 0 1 എന്ന് മാത്രം കൊടുത്താലും മതി. എന്നിട്ട് മിൻടേംസ് ഏതാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അതിനെ എടുത്ത് ഓർ ഗേറ്റിൽ കൊടുക്കാം. ക്ലിയർ ആയല്ലോ. താങ്ക് യു.